ഹായ് ഹലോ എല്ലാവർക്കും സ്റ്റൈലസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് പേപ്പർ സ്റ്റാറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ബ്ലൂ കളറിലും റോസ് കളറിലുള്ള രണ്ട് ഡിഫറെൻറ്റ് ഷെയ്ഡുകളാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. രണ്ടും 5 വീതം നമ്മൾ മൊത്തം 10 എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഇതിൻ്റെ സെൻറ്റർ ഒന്ന് കൂട്ടിയിട്ട് ഒട്ടിച്ച് കൊടുക്കുക. അതിനുശേഷം ഇതുപോലെ ഒന്ന് മടക്കി ഈ ഒരു ഹോളുള്ള രീതിയിലാക്കി എടുക്കട്ടോ. ഇനി നമ്മൾ അടുത്തതായിട്ട് ചെയ്യുന്നത് ഈ ഒരു റോസ് പേപ്പർ കട്ട് ചെയ്ത് അതേ ഷേപ്പിൽ തന്നെ നമ്മൾ ബാക്കിയുള്ള 10 പീസുകളും നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഒരു പേപ്പർ ഇതുപോലെ ഒന്ന് സ്കെച്ച് ചെയ്തെടുത്തിട്ട് നമ്മൾ കറക്റ്റ് സൈസിലാക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാം ഈക്വലായിട്ട് തന്നെ നിൽക്കും. അപ്പോൾ ഇത് കട്ട് ചെയ്തതിന് ശേഷമാണ് നമ്മൾ അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഇതിൻ്റെ താഴ്ഭാഗം അതുപോലെ തന്നെ സെൻറ്റർ പീസും വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചും കൂടെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് ഏറ്റവും ബെറ്റർ നമുക്ക് കുറച്ച് തിക്നെസ്സുള്ള പേപ്പറാണ്. ഇത് സാധാരണ നമ്മൾ A4 സൈസിൻ്റെ സാധാ പേപ്പറിൻ്റെ അത്ര തിക്നെസ് ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് ഒട്ടിക്കുമ്പോൾ സെൻറ്ററിൽ ഒട്ടിക്കുന്ന പശ ഗമ്മൊക്കെ ചിലപ്പോൾ അപ്പുറത്തേക്കൊക്കെ ആവാൻ ചാൻസ് ഉണ്ട്. അല്ലാത്ത സാധാരണ ഗ്ലൂ വെച്ചിട്ട് ഒട്ടിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. ഇതുപോലത്തെ ലിക്വിഡായിട്ടുള്ള രീതിയിലുള്ള പശ വെച്ചിട്ട് നമ്മൾ ഒട്ടിക്കുന്ന സമയത്ത് അപ്പുറത്തൊക്കെ ഒട്ടിപ്പിടിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒന്ന് ഉണങ്ങിയതിന് ശേഷം മാത്രം അടുത്ത് ഒട്ടിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ എൻ്റെ അടുത്ത് ചെറുതായിട്ടൊന്ന് പാളിപ്പോയത് കൊണ്ടാണ് ഞാനിങ്ങനെ പറയാൻ കാരണം. അപ്പോൾ ലാസ്റ്റ് പീസ് ഒട്ടിക്കുന്ന സമയത്ത് നന്നായി ഉണങ്ങി ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം ഒട്ടിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ലവ് യു, ബൈ.